ഇന്ന് നമ്മളെ ജിമ്മിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു 100-150 പേർക്കുള്ള ഒരു ഇഫ്താർ പാർട്ടി. ഞാൻ ആക്ച്വലി വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല പോയത്. പക്ഷേ എല്ലാവരും ഇതിൻ്റെ വ്ളോഗ് ഉണ്ടാവില്ലോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് വീഡിയോസ് എടുത്ത് കളയാം, എന്നാലും വീട്ടിൽ പോയിട്ട് അഥവാ മൂടുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാമല്ലോ എന്നെല്ലാം വിചാരിച്ചു. പിന്നെ ഇതൊക്കെ ഓരോ ഓർമ്മകളായില്ല, ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം, എനിക്ക് സന്തോഷം. ഇവരൊക്കെ ഇവിടുന്ന് കോമ്പറ്റീഷനിൽ നിന്ന് പ്രൈസെല്ലാം അടിച്ച് വരാമെന്ന് ഏതെല്ലാം ഐറ്റം വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ലെങ്കിലും ഇവരുടെ എല്ലാം നേട്ടത്തിൽ ഞാനും സന്തോഷിക്കുന്നു. ചെറിയൊരു കേക്ക് കട്ടിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേര് അതിനുശേഷം സംസാരിച്ചു. പിന്നെ കുറച്ച് നേരം അവരുടെ ബോഡി ഷോ ആയിരുന്നു. ഈ ബോഡിയിൽ ഇങ്ങനെ ആക്കിയെടുക്കണമെങ്കിലുള്ള കഷ്ടപ്പാടെല്ലാം ജിമ്മിൽ പോകുന്നവർക്ക് നന്നായിട്ട് അറിയായിരിക്കും. ഞാൻ ഇതുവരെ വിചാരിച്ചതെന്ന് വെച്ചാൽ ആ ജിമ്മിലെ വെയിറ്റ് എടുക്കലും കാര്യങ്ങളെല്ലാം യഥാർത്ഥ കഷ്ടപ്പാടെന്നാണ്. പക്ഷെ അതിന് പുറമെ ഇവർ പിന്നാമ്പുറത്ത് കുറേ സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ട്. പിന്നാമ്പുറത്ത് സ്ട്രഗിൾസ് എന്ന് പറയുമ്പം കുറേ കാര്യങ്ങൾ, ഇവരെ ഡയറ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഉറക്കം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതെല്ലാം തരണം ചെയ്തിട്ടാണ് ഇവരിങ്ങനൊരു സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. അതൊരിക്കലും ഇവരെ മാത്രം വിജയമല്ല, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവർ ഈ നേട്ടെല്ലാം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അവർക്കാണ്. അങ്ങനെ എല്ലാവരും അവരുടെ വിജയം ഡെഡിക്കേറ്റ് ചെയ്ത ഒരാളാണ് ഈ രഞ്ജിയേട്ടൻ. ഈ വിജയിച്ചവരെല്ലാം ഒരു ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് രഞ്ജിയേട്ടനാണ്. അവസാനം നമ്മളെല്ലാവരും ഓരോ ബിരിയാണി ഇവിടെ നിന്ന് വാങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് പിരിഞ്ഞു.